Hello everyone, welcome to Rotodox. Officer on Duty, directed by Jittu Ashraf, written by ഷാഹി കബീർ. ഷാഹി കബീർ എന്ന പേര് ഇപ്പോൾ മലയാള സിനിമയിലൊരു മിനിമം ഗ്യാരണ്ടി പേരായിട്ട് മാറും ഈ സിനിമയോടുകൂടി. തീർച്ചയാണ്, ഓൾറെഡി ആണ് ഈ സിനിമയോടുകൂടി അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. അത്രത്തോളം ഗംഭീർ റൈറ്റിംഗ്, ഒന്നും പറയാനില്ല. ജിത്തു അഷ്റഫിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. എഡിറ്ററായിട്ട് ചമ്മൻ ചാക്കോ, അതുപോലെ മ്യൂസിക് ജെക്സ് വിജയാണ്, BGM ഒക്കെ നല്ല പടച്ചിട്ടുണ്ട്. അതുപോലെ ക്യാമറ റോബി വർഗീസ് രാജ്. അപ്പോൾ കുഞ്ചാക്കോവിൻ്റെ എൻട്രിയിലൂടെ തന്നെ സിനിമ കഥയിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. വലിയ വലിച്ചു നീട്ടലോ അല്ല കഥ സെറ്റ് ചെയ്യാനായിട്ട് സമയമൊന്നും എടുക്കുന്നൊന്നുമില്ല. ചെയിൻ സ്നാച്ചിങ് പരിപാടിയിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത്തരത്തിലൊരു കേസ് കുഞ്ചാക്കോവിൻ്റെ അടുത്തേക്ക് എത്തുന്നതും തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളും പിന്നീട് അങ്ങോട്ട് കഥയിലേക്ക് കിടക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ കഥയിലേക്ക് കിടക്കുന്നുണ്ട്. ഒട്ടും ലേഖടിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഭയങ്കര റഫ് ആൻഡ് ടഫായിട്ടുള്ള ഒരു ആംഗ്രി ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ റോളാണ് അദ്ദേഹം അവതരിപ്പിച്ചേക്കുന്നത്. ഗംഭീര പെർഫോമൻസ്, ഒന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ സമകാലികരായിട്ടുള്ള ജയസൂര്യ ആയാലും പൃഥ്വിരാജിനായാലും ഗംഭീര ആക്ടേഴ്സ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ആ സമയങ്ങളിൽ പോലും കുഞ്ചാക്കോബൻ ഒരു മികച്ച നടൻ എന്ന രീതിയിൽ പലരും പറയുന്നതായിട്ടില്ല. ഈ സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഷോ സ്റ്റീലർ തന്നെ നമുക്ക് കണ്ണും പൊട്ടി പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ കാര്യമുള്ള ഒരു ഗംഭീര വേഷം. സാധാരണയായി അദ്ദേഹം ചെയ്ത് വരാത്ത തരത്തിലുള്ള ഒരു ഗംഭീര റോൾ തന്നെയാണ് ഈ സിനിമയിൽ അദ്ദേഹം എടുത്തിട്ട് അത് ഗംഭീരമായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ജഗദീഷ് ഒരു ഗംഭീര റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്ഥിരമായിട്ട് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഗംഭീര പെർഫോമൻസുകളാണ് എല്ലാ സിനിമയിലും. അത്തരത്തിലൊരു ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ, അവർ ഇപ്പോൾ വിശാഖ, റംസാൻ, പിന്നെ 2-3 പുതിയ താരങ്ങളുണ്ട്. അവരൊരു ഇൻട്രോ തന്നെ ഉണ്ട്, അത് തന്നെ ഒരു ഗംഭീര ഒരു ഇൻട്രോ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു യങ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് മുഴുവൻ. അവർ ഗംഭീരമായിട്ട് ആ റോൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ആ ഒരു നെഗറ്റീവ് ക്യാരക്ടറിന് എത്രത്തോളം ഇൻറ്റൻസിറ്റി കൊടുക്കാൻ പറ്റും, അതിൻ്റെ ഒരു പീക്ക് ലെവൽ ഇൻറ്റൻസിറ്റിയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. അവരുടെ ഒരു പെർഫോമൻസും ഈ സിനിമയുടെ ഒരു മികവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. വില്ലൻ ക്യാരക്ടേഴ്സ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ആ ഒരു നമുക്ക് ആ ഇമോഷൻസ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഷാഹി കബീറിൻ്റെ എൻ്റെ മുൻപത്തെ സിനിമകളായിട്ടുള്ള ജോസഫ് പോലെ അല്ലെങ്കിൽ ഇലവിഴപ്പുഞ്ചർ പോലെ ഭയങ്കര സ്ലോ ആയിട്ട് നരേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റൈലല്ല ഈ സിനിമയുടെ. ഭയങ്കര ഫാസ്റ്റാണ്. അന്യായ ലെവൽ ത്രില്ല് തുടക്കം തന്നെ നമുക്ക് ആ ഒരു ത്രില്ല് എലമെൻറ്റ് കിട്ടി തുടങ്ങും. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് തീർന്നത്, നമ്മൾ അറിയുമല്ലോ 1 hour കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കഥയിലേക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എത്തുകയും സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഞാൻ അത്ര ലെയറായിട്ടാണ് ഷാഹി കബീർ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നായകനും വില്ലന്മാരായിട്ടുള്ള ലിങ്കും കാര്യങ്ങളും അവർ തമ്മിലുള്ളൊരു എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്, അതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര കൃത്യതയോടെ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എൻഗേജാണ് സിനിമ ഫ്രം ദ സ്റ്റാർട്ടിങ് ടു എൻഡിങ്. അത്ര എൻഗേജായിട്ട് ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അത് എത്രത്തോളം നമ്മളെ എൻഗേജിങ് ആയിട്ട് പിടിച്ചെടുത്തുന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ. അഭിനേതാക്കളുടെ പെർഫോമൻസ് എടുത്ത് പറയണം. അത്രത്തോളം ഇൻറ്റൻസിറ്റിയുള്ള ക്യാരക്ടേഴ്സാണ് ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സായിട്ട് ചെയ്തേക്കുന്നത്. അത്രത്തോളം ഇൻറ്റൻസിറ്റി ആ റോളുകൾ കൊടുക്കണം, അതൊരു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് കുഞ്ചാക്കോവിൻ്റെ അതിലും കിടിലൻ പെർഫോമൻസും. ടോട്ടലി വർത്ത് വാച്ച് തിയേറ്ററിൽ ത്രില്ലർ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ അടുത്ത കാലത്ത് മോളിവുഡിൽ വന്നിട്ടുള്ള 1 of the ബെസ്റ്റ് ത്രില്ലർ തന്നെയാണ്. സൗത്ത് ഇന്ത്യയിലെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള 1 of the ബെസ്റ്റ് ത്രില്ലറാണെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും. അത്രത്തോളം കിടിലൻ പടം. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ബൈ.